പാഞ്ഞാ ഗ്രാമപഞ്ചായത്തിലെ ഏക പഞ്ചായത്ത് ഗ്രൗണ്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ ഈ ഗ്രൗണ്ടിൻ്റെ ഹിസ്റ്ററി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാന്യനായ മുൻ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പി ശങ്കരനാരായണൻ അവர்களാണ് ഈ ഗ്രൗണ്ട് വാങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആദ്യമായി ആരംഭിച്ചത്. പച്ച കള്ളം പറയാൻ ഒരു മടിയില്ലാതെ അങ്ങനെ അടിച്ചു വിടുക തന്നെയാണ്. ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ഒരു ലക്കും ലഗാനുമില്ല. കഴിഞ്ഞ UDFൻ്റെ ഭരണകാലഘട്ടത്തിലാണ് വിശാലമായ ഗാലറിയും ഗ്രൗണ്ടും സജ്ജീകരിച്ചിട്ടുള്ളത്. എട്ടുകാലി മുമ്പ് ആ സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഏതെങ്കിലും ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ അവകാശവാദമുണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ മുഖച്ഛായ മാറ്റി ടർഫ് സ്ഥാപിക്കാൻ എല്ലാവിധ നടപടിക്രമങ്ങളിലേക്കും ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരവസരം തന്നാൽ ഞാനിത് ടർഫാക്കാമെന്ന് പറഞ്ഞത് കേട്ടു. 10 കൊല്ലം ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് 10 പൈസ ഇതിൽ ചെലവഴിക്കാത്ത ആളാണ്. ഹായ്, ഞാൻ KS ഹംസ, മുൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഈ പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റ്. ഇത് 2ാം വാർഡിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഭരതനാണ്. ബാക്കി ഞങ്ങളുടെ സഹപ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്, കുട്ടികൾ, ഈ പ്രദേശത്തുകാർ എല്ലാവരും ഉണ്ട്. ഈയിടെയായിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊരു വിവാദം നിലനിൽക്കുന്നുണ്ട്. ആ വിവാദത്തിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ശരിക്ക് എട്ടുകാലി മമ്മുഞ്ഞിൻ്റെ കഥയുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മുഞ്ഞ്. എല്ലാവർക്കും അറിയാം. എട്ടുകാലി മമ്മുഞ്ഞ് ആ സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഏതെങ്കിലും ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ അവകാശവാദമുണ്ട്. നമ്മുടെ കുട്ടിയാണിത് എന്ന് പറയത്രേ. പിന്നീട് പരിശോധിച്ചപ്പോൾ മനസ്സിലായി എട്ടുകാലി മമ്മുഞ്ഞ് ഒരു ഷണ്ടനായിരുന്നു എന്നുള്ളത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഈയിടെ ഒരാളിരുന്ന്, നിലവിലുള്ള മെമ്പർ, 4ാം വാർഡ് മെമ്പർ ഇരുന്ന് ഇങ്ങനെ കണ്ണും ചെമ്പി വിടുന്നുണ്ട് അസലായിട്ട്. ഈ ഗ്രൗണ്ട് ഉണ്ടാക്കിയത് വേറെ ആരോ കാലത്താണ്, മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശങ്കരായൻ്റെ കാലത്താണെന്നൊക്കെ കണ്ണും ചെമ്പി ഇങ്ങനെ വിടുന്നുണ്ട്. അയാൾക്ക് വസ്തുത അറിയാഞ്ഞിട്ടല്ല, കാരണം പഞ്ചായത്ത് മെമ്പറാണല്ലോ. അയാൾക്ക് അവിടെ നിന്ന് രേഖ പരിശോധിച്ചാൽ അറിയാലോ. പച്ച കള്ളം പറയാൻ ഒരു മടിയില്ലാതെ അങ്ങനെ അടിച്ചു വിടുക തന്നെയാണ്. ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ഒരു ലക്കും ലഗാനുമില്ല. ഞാൻ ഈ ഗ്രൗണ്ടിൻ്റെ ഹിസ്റ്ററി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. 1988 ജനുവരി മാസത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്, അന്നത്തെ പഞ്ചായത്ത് ഇലക്ഷൻ. അതിൽ വിനീതനായി ഞാൻ വിജയിക്കുന്നു. 1988 ഫെബ്രുവരി മാസം 6-ാം തീയതി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം ഞാൻ വൈസ് പ്രസിഡൻ്റ്, ഈ മേഖലയുടെ പ്രതിനിധിയും പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും ആയിരിക്കുമ്പോൾ 30/6/1988 പഞ്ചായത്തിൽ ഞാനൊരു അപേക്ഷ വെക്കുകയാണ്. ഈ സ്ഥലം ഏറ്റെടുത്ത്, ഇത് കടിക്കക്കാര സ്ഥലമായിരുന്നു, ഈ സ്ഥലം ഏറ്റെടുത്ത് കുട്ടികൾക്ക് കളിക്കളമാക്കി മാറ്റണമെന്നൊരു അപേക്ഷ ഞാൻ വെക്കുന്നു. 125-ാം നമ്പർ തീരുമാനപ്രകാരം, ഭൂരിപക്ഷ തീരുമാനപ്രകാരം 3ാം വാർഡിൽ ഈ സ്ഥലം വാങ്ങുവാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഞാൻ പഞ്ചായത്തിൽ വൈസ് പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത് 4 മാസം കഴിഞ്ഞിരുന്നു. 4 മാസത്തിന് ശേഷമാണ് ഈ അപേക്ഷ വെക്കുന്നത്. വീണ്ടും 1 മാസം കഴിഞ്ഞ് 15/7/1988 128-ാം നമ്പർ തീരുമാനം, ആ നമ്പറും ഡേറ്റൊക്കെ എല്ലാവരും ഒന്ന് കുറിച്ച് വെക്കുന്നത് നല്ലതാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു. 128-ാം നമ്പർ തീരുമാനം 15/7/88. അങ്ങനെ ആ തീരുമാനപ്രകാരം സ്ഥലമുടമയുടെ സമ്മതപത്രം വാങ്ങി വാല്യുവേഷന് വേണ്ടി വിടാൻ തീരുമാനിക്കുന്നു. വാല്യുവേഷൻ അന്ന് കളക്ടറാണ് തരേണ്ടത്, തഹസിൽദാർ മുഖേന. അതുകൊണ്ട് അതിന് വിടാനും സമ്മതപത്രം വാങ്ങാനും തീരുമാനിക്കുന്നു. വീണ്ടും 19/8/1988 അഥവാ 1 മാസം കൂടി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത നടപടിയിലേക്ക് കിടക്കുകയാണ്. 19/8/88 153-ാം നമ്പർ തീരുമാനം എഴുതി വച്ചോട്ടെ. 153-ാം നമ്പർ തീരുമാനപ്രകാരം സർവേ 623/3-ൽപ്പെട്ട ഈ 84 സെൻറ്റിൽ നിന്നും ആവശ്യമായ സ്ഥലം വാങ്ങുവാൻ വാല്യുവേഷന് വേണ്ടി തഹസിൽദാരെ സമീപിക്കുവാനും ആവശ്യപ്പെട്ട് തീരുമാനമെടുക്കുന്നു. പിന്നീട് 19/8 വീണ്ടും, അതായത് അതേ ദിവസം തന്നെ 19/8/1988 സെയിം ഡേ 154-ാം നമ്പർ തീരുമാനപ്രകാരം സൈറ്റ് അപ്രൂവലിന് വിടാൻ ജില്ലാ പഞ്ചായത്ത് ഓഫീസറോട് ആവശ്യപ്പെടുന്നു. ഇതിന് സൈറ്റ് അപ്രൂവൽ കിട്ടണമെന്ന് അന്നത്തെ DPO ആണ് അംഗീകാരം തരേണ്ടത്, ആവശ്യപ്പെടുന്നു. അപ്പോഴേക്കും ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി 6 മാസം കഴിഞ്ഞു. പിന്നീട് 5/11/88 3 മാസം കഴിഞ്ഞ് 5/11/88
212 നമ്പർ തീരുമാനപ്രകാരം സൈറ്റ് അപ്രൂവൽ അംഗീകരിക്കുന്നു. ഇതിൻ്റെ അതും കഴിഞ്ഞ് വീണ്ടും 23 മാർച്ച് മാസമായിരുന്നു. 23/1989 അപ്പോഴേക്ക് വർഷം കടന്നു. 89 പ്രവേശിച്ചു. 89 മാർച്ച് മാസം 20-ാം തീയതി അടിയന്തര യോഗം വിളിക്കുന്നു. അടിയന്തര യോഗം ഇതിന് വേണ്ടി മാത്രം. അങ്ങനെ 21/3/1989 അടിയന്തര യോഗത്തിൻ്റെ 65-ാം നമ്പർ തീരുമാനം. 65-ാം നമ്പർ തീരുമാനപ്രകാരം 632/3 കടീക്കൽ പാറുക്കുട്ടി അമ്മയും മകൾ നളിനിയുടെയും പേരിലുള്ള 22 സെൻറ്റും 632/3 കടീക്കൽ ദേവകി അമ്മയുടെ പേരിലുള്ള 42 സെൻറ്റും അടക്കം 64 സെൻറ്റ് സ്ഥലം, സെൻറ്റ് ഒന്നിന് 1300 രൂപ വിലക്ക്, 64 സെൻറ്റ് സ്ഥലം 63,200 രൂപക്ക് വിലക്കെടുക്കുവാൻ തീരുമാനിക്കുന്നു എന്ന് 21/3/1989. അപ്പോൾ അതിൻ്റെ 65-ാം നമ്പർ തീരുമാനമാണ് ചെക്ക് ചെയ്തോട്ടെ ആവശ്യമുള്ളവർക്ക്. അപ്പോഴേക്ക് ഞാൻ പഞ്ചായത്തിൽ വൈസ് പ്രസിഡൻ്റായിട്ട് 1.5 കൊല്ലത്തോളമായി. 1.25 കൊല്ലത്തോളം കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ തീരുമാനം. പിന്നെ 28/3 അത് കഴിഞ്ഞില്ല, മേടിക്കാൻ തീരുമാനിച്ചു, മേടിക്കുകയും ചെയ്തു. പൈസ തികയാത്തതുകൊണ്ട് 28/3/1989 68-ാം നമ്പർ തീരുമാനപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് 24,000 രൂപ സ്പെഷ്യൽ ഗ്രാൻറ്റായി കിട്ടിയത് വകമാറ്റി ഈ ആവശ്യത്തിന് ചെലവഴിക്കാൻ തീരുമാനിക്കുകയും അതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തിന് പോകാനും തീരുമാനിച്ചു. ഞാൻ നേരിട്ട് പോയിട്ട് അപ്രൂവൽ മേടിക്കുന്നു. കഴിഞ്ഞില്ല. 16 അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് 17/4/1989 79-ാം നമ്പർ തീരുമാനം പ്രകാരം ഗ്രൗണ്ട് പണിയുന്നതിലെ ബാധ്യതയും സ്റ്റേജ് നിർമ്മിക്കാനുള്ള ചെലവുമടക്കം 2 ലക്ഷം രൂപ കേരള ഗവൺമെൻറ്റിൽ നിന്ന് സ്പെഷ്യൽ ഗ്രാൻറ്റായി അനുവദിച്ചു തരാൻ തീരുമാനിക്കുകയും ആ കടലാസുമായി ഞാൻ തിരുവനന്തപുരം പോവുകയും സ്പെഷ്യൽ ഗ്രാൻറ്റ് അനുവദിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഗ്രൗണ്ട് ഇവിടെ സാധ്യത പ്രായമാക്കുന്നത്. ഇനി 8 കാലി മമ്മുഞ്ഞുകളൊക്കെ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ വസ്തുത.